കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1168 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാര്യം നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. അങ്ങനെ ചാപ്റ്ററിൻ്റെ കവർ പേജിൻ്റെ അകത്ത് നമ്മുടെ ഹറ്റനാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് അവിടെയുള്ള സ്ഥലത്ത് മഞ്ഞൊക്കെ നീക്കിയത് കൊണ്ട് തന്നെ കുറച്ചധികം ഷീപ്പ് നെറ്റ്സ് പുള്ളിക്കാരന് കുറച്ചധികം ഗ്ലൗസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് 15 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ആ ടൈമിൽ തന്നെ ഒരു ഐലൻഡിൽ കുറച്ച് പേർ പറയുന്നുണ്ട്, നീ ആ ജൈന്റ് മറൈൻ സോൾജേഴ്സിനെ കണ്ടോ, അവർ നല്ല വർക്കാണല്ലോ ചെയ്യുന്നത്. ശരിയാണ്, അവൻ നല്ല റിലയബിൾ ആണ്. കോപ്പ്, ഞാൻ ആദ്യം ഇവന്മാർ ഭയങ്കര പീഡിപ്പെടുന്ന ടീമാണെന്നാണ് ഓർത്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവരൊരാളെ കണ്ടാൽ കൊള്ളുന്നുണ്ട്. അല്ലടാ, നീ അവിടുത്തെ സോക്കർബ കഴിച്ചിട്ടുണ്ടോ? എന്ത് ടേസ്റ്റ് എന്നറിയാം സീ ഫുഡിനൊക്കെ? ആ, എനിക്കറിയാം, നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ടൈമിൽ തന്നെ മറ്റൊരുത്തനും പറയുന്നുണ്ട്, ദേ എൽബഫിലെ നല്ല ഹൈ ക്വാളിറ്റി സിഗറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. റെയറാണ്, അത് മാത്രമല്ല ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട്ടെ അവരുടെ ട്രേഡും എൽബഫിനൊക്കെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എൽബഫാണ്, നമ്മുടെ ന്യൂ വേൾഡിലെ. ആ ടൈമിൽ തന്നെ ഹാറൽ പറയുന്നുണ്ട്, നമ്മളങ്ങനെ ഈ നേഷൻ്റെ ഒരു ന്യൂ മെമ്പറായി കഴിയാൻ നേരത്ത് നമ്മളിവിടെ ഒരു സൈറ്റ് ഷീയിങ് ഷിപ്പൊക്കെ സെറ്റാക്കണം. എന്നിട്ട് എല്ലാവർക്കും ഫ്രീലി നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി കൊടുക്കണം. സത്യം പറഞ്ഞാൽ പുറം ലോകം വെച്ച് നോക്കാൻ നേരത്ത് അവർക്ക് എല്ലാവർക്കും നമ്മളൊരു മിസ്റ്ററി തന്നെയാണ്, കംപ്ലീറ്റ്ലി ഒരു മിസ്റ്ററി തന്നെയാണ്. കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ അതൊക്കെ വളർത്താനായിട്ട് പോകുവാണ്. നമ്മൾ പല റേസിസ്റ്റായിട്ട് കോഎക്സിസ്റ്റ് ചെയ്ത് ഇനി ജീവിക്കാനായിട്ട് പോകുവാണ്. നമ്മുടെ കൾച്ചറൽ വളർത്താൻ പോവാണ്. നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റോടെ ആയിരിക്കും ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. നമുക്കിനിയും ഈ ലോകത്തിൻ്റെ കൂടെ വളരാം, നമുക്ക് കുറേയധികം സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, നമുക്ക് ഇനിയും അറിവുകൾ നേടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹാളിലൂടെ ഒരു വലിയൊരു പ്രസംഗം വെച്ച് കാച്ചുവാണ്. എന്തായാലും നമ്മുടെ ഫ്യൂച്ചർ ഇനി ബ്രൈറ്റ് ആകാനായിട്ട് ഒരു സ്റ്റെപ്പും കൂടെ നമ്മളെടുത്ത് വെച്ചാൽ മാത്രം മതി. ഈ ടൈമിൽ പല ജയൻസും പറയുന്നുണ്ട്, ശരിയാണ്, ഈ വാട്ടർ ക്രാപ്പൊക്കെ എടുത്ത് കളയാൻ സമയമായിരിക്കുന്നു. ഇടാ, നമ്മളത് ചെയ്യാൻ ആയിരിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എൽബഫിലെ ആ ഒരു സ്കൂളാണ്. പിള്ളേരൊക്കെ ആയിട്ട് അവിടെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോൾ, ഇതെല്ലാം സാധ്യമായത് നീ കാരണമാണ്. അത് കൊള്ളാം, ഇതെല്ലാം നിന്റെ ഐഡിയ അല്ലേ? മൂർച്ചയുള്ള ബ്ലേഡ്സിനെക്കാട്ടും അറിവ് ജ്ഞാനമുള്ള നല്ല പിള്ളേരെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത്. പക്ഷേ ഹാറിൽ, നിനക്ക് പേടിയില്ലേ? കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വലിയൊരു നഷ്ടമല്ലേ നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. എനിക്കറിയാം മിലിറ്ററി പവറായിരുന്നു ഈ കടലിനെ ഇത്ര നാൾ പിടിച്ചു നിർത്തിയതെന്ന്. പക്ഷേ അത് മാത്രം പോരാ. കാര്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ മാറി. അവളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അവളുടെ ഇത് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇടയുടെ ആ ഒരു ടൂം സ്റ്റോൺ ആണ്. പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഹാറൽ, നിനക്കറിയാവോ, എൽബഫ് ശരിക്കും മാറിയിരിക്കുന്നു. ഞാൻ ആദ്യം ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഫുള്ള് വഴക്കും ബഹളവും ഭയങ്കര സ്കേറി ആയിരുന്നു. പക്ഷേ നീ അതിനെ എല്ലാം മാറ്റിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇവിടെ സന്തോഷത്തോടെ പഠിക്കാൻ ഓടിച്ചാടി കളിക്കാനൊക്കെ സാധിക്കും. ഇത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൺട്രി ആയതുപോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നിൻ്റെ ഈ വാരിയറിൻ്റെ പ്രൈഡുള്ള കാര്യമൊക്കെ ഇല്ലേ, അതും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നീ ആ കൾച്ചർ ഒന്ന് ചേർച്ച് ചെയ്യാനായിട്ട് നോക്കണം. ഇടാ, നിനക്ക് എന്താണെന്നും പറഞ്ഞാൽ മനസ്സിലാതില്ലേ? ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നെ ലീഗലി ഒന്ന് കല്യാണം പോലും കഴിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. നീ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും എന്നെ നിന്റെ ലീഗൽ വൈഫാക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവൾ നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് തന്നെ. നീ എന്തായാലും ശരിക്കും ക്യൂട്ടാണ്. അല്ല, ലോക്കിയോ ഓക്കെയാണ്. അത് മാത്രമല്ല അവൻ ഹജറുദ്ദീൻ്റെ യങ്ങർ ബ്രദർ അല്ലേ, പിന്നെ എന്ത് പഠിക്കാൻ? എൻ്റെ മനസ്സിലും അത് അങ്ങനെ തന്നെയാണ്. ഈ ഫീലിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് തോന്നുന്നത്. പിന്നെ നീ വിഷമിക്കൊന്നും പാടില്ല കേട്ടോ. അതുമാത്രമല്ല നീ ഇവിടെ എല്ലാവരുടെയും രാജാവാണ്. ആ കാര്യം നീ മനസ്സിൽ വെക്കണം. അതുമാത്രമല്ല നീ ഓൾമോസ്റ്റ് അവിടേക്ക് എത്താറായിട്ടുണ്ട്. അത് തന്നെയാണ് ഇടാ, നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. സൂൺ എല്ലാം കണക്റ്റ് ആവുന്നതായിരിക്കും. അത് കഴിയാൻ നേരത്ത് നമ്മുടെ ഈ ലോകം വീണ്ടും 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 വളരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് നിനക്ക് ഒരുമിച്ച് വീണ്ടും ട്രാവൽ ചെയ്യാമല്ലോ, നമ്മുടെ പണ്ടത്തെ ദിവസം പോലെ. കേട്ടിട്ട് തന്നെ എനിക്ക് ശരിക്കും കൊതിയാകുന്നു. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഹജറുദ്ദീൻ്റെ കയ്യിൽ കയറി അവൾ പിടിക്കുന്നുണ്ട്. അത് കഴിയാൻ നേരത്ത് തന്നെ ഇടയുടെ ശരീരത്തിൽ നിന്ന് അവളുടെ ജീവൻ അവളെ വിട്ട് പോയി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഹജറുദ്ദീൻ്റെ ബാക്കിയുള്ളവർ ഓടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവനോട് ചെല്ലാൻ നേരത്ത് ഇട മരിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ ഹാറിലും നന്നായിട്ട് കരയുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മുടെ ലോക്കി ഒരു സ്ഥലത്ത് ഇംപ്രസ്ഡ് ആണ്. അതുമാത്രമല്ല അവൻ ആ വേദന ഒറ്റക്കാണ് ഇപ്പോൾ സഹിക്കുന്നത്. അങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മേരി ജോസിൽ ആ ഒരു കാര്യം സംഭവിക്കുന്നത്. ഷാങ്ക്സ് മിസ്സിംഗ് ആണ്. അവൻ ആ ലാസ്റ്റ് മിഷൻ കൊണ്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫോർമുലി ഒരു നൈറ്റ് ആകത്തില്ലായിരുന്ന.
പിന്നെ കാണിക്കുന്നത് ആ ഒരു റൂമാണ്. എന്തായാലും അവനില്ലാ സ്ഥിതിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി നിനക്കാണ് വരുന്നത്. നീ എന്ത് ചെയ്യും? ഞാൻ നാച്ചുറലി ആ ഒരു ഹോണർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഒരു നൈറ്റ് ആകാനായിട്ട്. അതുമാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൽബഫിൻ്റെ സ്റ്റാറ്റസ് വീണ്ടും മുകളിലേക്കല്ലേ ഉയരാൻ പോകുന്നത്. കൺഗ്രാജുലേഷൻസ്. എങ്കിൽ നീ എഗ്രി ചെയ്തത് വലിയൊരു കാര്യത്തിലേക്കാണ്. എന്തായാലും ഈ പ്രോസസ്സ് ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഗ്രേറ്റ് വണ്ണും നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നീ എൽബഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന രാജാവായിട്ട് അറിയപ്പെടുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളായിട്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളോട് കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ത്രോൺ വിട്ടാലോ എന്ന്, എന്നിട്ട് കുറച്ചുകൂടി നല്ല റൂളിനെ അവിടെ ഇരുത്തിയാലോ എന്ന്. ആ ടൈമിലാണ് അവൾ പറയുന്നത് അത് നീ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമല്ല, അത് മൂഡ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇമുവിനെ കണ്ടപ്പോൾ ഹാറൽ ഞെട്ടിത്തെറിച്ചുപോയി. ഇതെന്താണ് എംടി ത്രോണിൽ ഒരാളിരിക്കുന്നത്? ഇങ്ങോട്ട് വാ ഹാറൽ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഹാറൽ ഒച്ചതി കാറി. ആ ഒരു ശബ്ദം മെറീജിയസ് മുഴുവൻ ചെന്നിരുന്നു. ഈ ഒരു പവർ എൻ്റെ ശരീരം മുഴുവൻ പടരുവാണല്ലോ. ആ ടൈമിൽ തന്നെ ഹാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടാറ്റു ഉണ്ടല്ലോ അത് വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവൻ പറയും ചെയ്യും, നിന്റെ കയ്യിലുള്ളത് ഇപ്പോൾ പവർ ഓഫ് ഇമ്മോർട്ടാലിറ്റിയാണ്. ശരിയാണ്, എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ വേദന ആദ്യം നമ്മളൊന്ന് വിറപ്പിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നീ ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ലിവിങ് വെപ്പണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെന്തായാലും നീ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ആ സമയത്ത് ഇമു സംസാരിക്കാനായിട്ട് തുടങ്ങും. നീ ഇനി മുതൽ മൂവിൻ്റെ ഇമ്മോർട്ടലായുള്ള ഒരു സോർട്ട് നൈറ്റ് ആയിരിക്കും. ഇമ്മോർട്ടലോ? എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. നീ എന്തായാലും എൽബഫിലേക്ക് പോകണം. എൽബഫിൽ വെച്ച് ഒരു ABS പെൻഡഗ്രാം നീ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതായിരിക്കും നമ്മുടെ ഇടയിലെ ബോണ്ടിനെ സൂചിപ്പിക്കുന്നത്. താങ്കളുടെ ആഗ്രഹം അതുപോലെ തന്നെ സംഭവിക്കുന്നു പറഞ്ഞുകൊണ്ട് അവൻ നേരെ തിരിച്ച് എൽബഫിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല വേൾഡ് ഗവൺമെൻറ് ഇപ്പോൾ എൽബഫിനെ ഒരു നേഷനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയുമാണ്. പിന്നെ കാണിക്കുന്നത് ആ ക്യാസിലാണ്. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ ആ ഒരു പെൻഡഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഗ്രേറ്റ് ഇമു, താങ്കൾ അത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? നിങ്ങളുടെ കൺട്രീനെ ഫുൾ മൊബിലൈസ് ചെയ്യണം. അതുമാത്രമല്ല എനിക്കൊരു കൂട്ടം ആർമിനെ അവിടുന്ന് കിട്ടണം. ആ ജയൻസ് മറീൻസിന്റെ കൂടെ നിൽക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഈ ലോകത്തിനെ സെർവ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് വെയിറ്റ് ചെയ്തേ, അങ്ങനെയല്ല. എൽബഫ് എന്തായാലും വയലൻസിൽ നിന്ന് മാറി നിൽക്കുവാണ്. അതുമാത്രമല്ല ആർക്കെങ്കിലും ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഞാൻ ഉറപ്പായിട്ടും എൻകറേജ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് ആ ടൈമിൽ തന്നെ പുറത്ത് ഗാർഡ്സ് പറയുന്നുണ്ട്, അല്ല കിങ് ആരായിട്ടാണ് ഈ സംസാരിക്കുന്നത്? പക്ഷെ പെട്ടെന്ന് ഇമു പറയുന്നുണ്ട്, അങ്ങനെയല്ല, എൽബഫിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നിനക്കറിയാവുന്നതാണ്. അതുമാത്രമല്ല നീ പറയുകയും ചെയ്തിരുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ലേവ് വരെ ആകുമെന്ന്. അല്ല, ആ ഒരു ബർഡൻ ഞാൻ ഒറ്റക്ക് ചുമക്കുമെന്നല്ലേ പറഞ്ഞത്? അത്രയും വലിയൊരു ബർഡൻ ഒറ്റക്ക് ചുമക്കുവാനുള്ളതല്ല. അതുകൊണ്ട് നീ നിന്റെ നാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഇമുവിനെ നീ ഒരിക്കലും ഡിസോബേ ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹാറൽ, ഡീപ് സീ കിട്ടിയ ആർക്കും തന്നെ ഇമുവിനെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇമ്മോർട്ടാലിറ്റിയും പവറിൻ്റെ കൂടെ ടോട്ടൽ ഒബീഡിയൻസ് തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നീ ഇമുവിൻ്റെ ഓർഡേഴ്സ് ഉറപ്പായിട്ടും അംഗീകരിക്കുന്നതാണ്. നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും കൊള്ളാം. ഈ സമയത്ത് തന്നെ അവന് മനസ്സിലായി അവൻ്റെ കൺട്രോൾ ടോട്ടലി പോകുന്നുണ്ടെന്ന്. ഈ ഒരു സംഭവം ഇതൊരു കേഴ്സാണെന്ന് അവന് മനസ്സിലായില്ലായിരുന്നു. ആ ടൈമിൽ അവൻ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, ഗാഡ്സ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരൂ. യുവർ മാജസ്റ്റി, എന്ത് പറ്റി? എന്നെ എത്രയും പെട്ടെന്ന് ഈ പില്ലറിലേക്ക് കെട്ടിയിടാനായിട്ട് നോക്ക്. അത് മാത്രമല്ല എൻ്റെ മക്കളിനെ ജാറിനെയും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വിളിക്കണം. സാർ, പക്ഷെ ഹജുദ്ദീൻ ഇപ്പം സ്ഥലത്തില്ല, അവൻ കടലിലാണ്. എങ്കിൽ ലോക്കിനെ വിളി. അല്ല, ലോക്കി ഇപ്പോൾ ഇംപ്രസ്ഡ് ആണ്, അവൻ എന്ത് ചെയ്യും? എനിക്ക് അധികം നേരം ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, ലോക്കിയുടെ കാര്യം അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് വിളിക്കാൻ നോക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റിലം ഓഫ് ഡെഡിലെ ആ ഒരു ജയിലാണ്. ലോക്കി, നീ പോകാനായിട്ട് ഫ്രീ ആണ്. അതുമാത്രമല്ല കിങ് എത്രയും പെട്ടെന്ന് നിന്റെ പ്രസൻസിനായിട്ട് തേടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജാറിലെ ഹൗസാണ്. എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് ജാറിലെ അവർ വിളിക്കുന്നുണ്ട്. അല്ല, അതിനെന്ത് പറ്റി? പിന്നെ നറേറ്ററാണ് പറയുന്നത്. അങ്ങനെ ആ ദിവസത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എൽബഫിലെ ഏറ്റവും നല്ല രാജാവായിട്ടുള്ള കിങ് ഹാറൽ മരിച്ച ആ ഒരു ദിവസം, തൻ്റെ ജീവൻ അന്ന് നഷ്ടപ്പെട്ട ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ്. സോ അടുത്ത ചൊവ്വാഴ്ച ലീഗ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം.